ഇപ്പോൾ അർജൻറ്റീന ആയാലും ബ്രസീലായാലും പോർച്ചുഗലായാലും സ്പെയിനായാലും ഇവരിന്നൊക്കെ അവരുടേതായി ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് മിനിമം ഒരു ഗ്യാരണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതെങ്കിലും ദയവ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഈ പോർച്ചുഗൽ ഫുട്ബോൾ ടീമിലെ കുറച്ച് കളിക്കാരനെ പറഞ്ഞിട്ട്, ഈ പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൻ്റെ പോർച്ചുഗൽ ടീമിൻ്റെ സ്ക്വാഡിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതറിയും? അവരുടെ മധ്യഭാഗമാണ്, മിഡിൽ ഓർഡറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. അതിൽ ഞാൻ പറഞ്ഞത് ആരൊക്കെയാണ്? വിറ്റീഞ്ഞ ആരാന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം PSG കുന്തമുനയാണ്, മിഡ്ഫീൽഡ് ജനറൽ എന്നൊക്കെ വേണം വിളിക്കാം. വിറ്റീഞ്ഞ അവരിലുണ്ട്. ബെർണാഡോ സിൽവ മാഞ്ചസ്റ്റർ സിറ്റിയിലായിരുന്നു കളിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞ് അദ്ദേഹം അന്ന് ക്ലബ്ബ് വിടുന്നു. ഇപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി എന്നുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ബെർണാഡോ സിൽവ, വിറ്റീഞ്ഞ, ജാവോ നെവസ് ഗോളടിച്ചു ചങ്ങായി. ജാവോ നെവസ് കോങ്കോക്കെതിരെ ഗോളടിച്ചു. ജാവോ നെവസ്, പിന്നെ ഇനിയുള്ള ആൾക്കാർ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ്, പ്രീമിയർ ലീഗ് ലാസ്റ്റ് സീസണിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്, കൂടുതൽ അസിസ്റ്റ് കൊടുത്ത താരം, പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ താരം ബ്രൂണോ ഫെർണാണ്ടസ് തുടങ്ങിയിട്ടുള്ള ഒരു പിടി ലോകോത്തര നിലപാടുള്ള ടീമുകളാണ് അവരുടെ മധ്യനിര അടക്കി വാഴുന്നത് ആലോചിക്കണം. പിന്നെ ഇനിയും പ്ലേയേഴ്സിൻ്റെ കേട്ടോ, പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് പ്ലേയേഴ്സിൻ്റെ പേര് വന്നതാണ്. പിന്നെ ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡസ് ഉണ്ട്. ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡസ്, പിന്നെ റൂബൻ ഡയാസ്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം ക്ലബ്ബുകളിൽ മത്സരിക്കുന്ന ആളുകളാട്ടോ. പിന്നെ ലിയാവോ, കോൺസിസോ, എന്നാലും വേണ്ട സാക്ഷാ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇമാതിരി ടീമൊക്കെയുള്ള പോർച്ചുഗലിലെ കോങ്കോ ആയിട്ട് 1-1 സമനില പിരിഞ്ഞു. അൺബിലീവബിൾ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് കോങ്കോയെ എന്തായാലും ഒരു 3-4 ഗോളിനൊക്കെ പരാജയപ്പെടുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3-4 ഗോളെങ്കിലും അടിക്കുമെന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. ക്രിസ്ത്യാനോളേക്ക് ബോൾ തൊടാൻ പറ്റിയത് ചിലപ്പോൾ 10 ടച്ച് ശരിക്കും കിട്ടിയെന്നൊന്നും അറിയില്ല. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു റൊണാൾഡോയുടെ ഭാഗത്തുനിന്നും എൻറ്റയർ പോർച്ചുഗൽ ടീമിൻ്റെ ഭാഗത്തുണ്ടായത്. ആദ്യം 5 മിനിറ്റിലോ 10 മിനിറ്റിനുള്ളിൽ ഒരു ഗോൾ അടിച്ചത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ മോശം പെർഫോമൻസാണ്. തിരിച്ച് കോങ്കോയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ കിടിലം പെർഫോമൻസാണ് അവർ നടത്തിയത്. നമ്മുടെ സ്പെയിനെ പറപ്പിച്ച കോപ്പ വെർഡെ ആ ടീമിനെ ഓർത്തു പോയി ഞാൻ. എന്ത് പെർഫോമൻസാണ് കോങ്കോ ടീം നടത്തുന്നറിയോ? അവർ ഗോൾ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. കോങ്കോ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. 1974 78 കണ്ടാണ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിച്ചത്. പിന്നെ ഇപ്പോഴാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. പോർച്ചുഗൽ എത്രത്തോളം കളിക്കുന്നുണ്ട്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നാഷൻസ് കപ്പ് വിന്നേഴ്സാണ് പോർച്ചുഗലിൽ. അവരാണ് ഇമാതിരി കളി കളിക്കുന്നത്. ഈ ബ്രസീലും പോർച്ചുഗലൊക്കെ നമ്മൾ ബ്രസീലിൻ്റെ പോർച്ചുഗലിൻ്റെ കളി കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇത് വരുന്നുണ്ട്. സെറ്റ് ടീമാണ്, അവരാണ് നോക്കിക്കൊള്ളുന്നത്. ഇതിപ്പോൾ ബ്രസീൽ നോക്കുന്നില്ല, പോർച്ചുഗൽ നോക്കുന്നില്ല. പിന്നെ ബ്രസീലിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെ കൂടെ കളിച്ചത് ആ ഗ്രൂപ്പിൽ തന്നെ ശക്തരായ ആളായിരുന്നു, മൊറോക്കോ ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കാം. എന്നിട്ട് പോലും ബ്രസീൽ സമനിലയായിട്ട് പിടിച്ചിരുന്നു. എന്നാൽ മോശം കളിയായിരുന്നു. പക്ഷേ പോർച്ചുഗലിൻ്റെ അടുത്ത് കോങ്കോ ആ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും കുഞ്ഞൻ ടീം എന്ന് വേണം പറയാം. എന്നിട്ട് പോലും അവരെ പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമാണ്. മാർട്ടീനസും പോർച്ചുഗൽ ടീമും ഒന്ന് കരുതിയിരിക്കേണ്ടത് തന്നെയാണ്, ഒന്ന് മാറി ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കുറേ അവരിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ മുതൽ ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റീഞ്ഞ, ന്യൂനോ മെൻഡസ്, റൂബൻ ഡയാസ് തുടങ്ങിയിട്ടുള്ള ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വളരെയധികം അവരിലുണ്ട്. പക്ഷേ ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒരു വേൾഡ് കപ്പ് പോലെയുള്ള വിശ്വവേദികളിൽ, വലിയ വേദികളിൽ ഒരു ടീമായിട്ട് ഒത്തിണങ്ങി കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നടക്കില്ല. കഴിഞ്ഞ ദിവസത്തെ അർജൻറ്റീന കളി കണ്ടവർക്ക് മനസ്സിലാവും. ആ മെസ്സി എന്നുള്ള കളിക്കാരന് വേണ്ടിയിട്ട് എന്തോരം ആണ് ബാക്കിയുള്ള കളിക്കാർ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് ആ കളി കണ്ട് മനസ്സിലാവും. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെ കളി കണ്ടപ്പോൾ റൊണാൾഡോനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ റൊണാൾഡോ ഫ്രണ്ട് ലൈനിൽ നിൽക്കുകയാണ്, താഴ്ത്ത് ഇറങ്ങി വന്ന് ബോൾ എടുക്കണില്ല. മെസ്സിയാണ് താഴ്ത്ത് വന്നിട്ട് ബോൾ പിക്ക് ചെയ്തിട്ട് പോകും, പാസ് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ റൊണാൾഡോ അറ്റത്ത് നിൽക്കുകയാണ്, എനിക്ക് ബോൾ ഇട്ട് തരട്ടെ എന്നുള്ള ലെവലിൽ. പക്ഷെ നമ്മുടെ അർജൻറ്റീന കളിക്കാർ മെസ്സിനെ ബാക്ക് ചെയ്യുന്ന പോലെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ പോർച്ചുഗലിലെ കളിക്കാർ റൊണാൾഡോ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു എല്ലാവരും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. പക്ഷേ അതൊരു ടീമായിട്ട് ഒത്തിണങ്ങി കളിക്കാൻ പറ്റുന്നില്ല വെച്ചെങ്കിൽ ഈ വേൾഡ് കപ്പും ഗുദാഹവ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും. അങ്ങനെ ലോകോത്തര താരങ്ങളായി വന്നിട്ട് ഇമാതിരി പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അത് അവർ ലോകകപ്പിനെ തന്നെ ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി.
കാരണം ഇവരിന്നൊക്കെ ഇപ്പോൾ അർജൻറ്റീന ആയാലും ബ്രസീലായാലും പോർച്ചുഗലായാലും സ്പെയിനായാലും ഇവരിന്നൊക്കെ അവരുടേതായി ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് മിനിമം ഒരു ഗ്യാരണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതെങ്കിലും ദയവ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. എനിവേ കോങ്ങോ ബിഗ് സല്യൂട്ട്. അവർ ഇമാതിരി ലോകോത്തര പ്ലേയേഴ്സുള്ള പോർച്ചുഗലിനെ വിറപ്പിച്ചു. കോങ്കോയുടെ ഫൈനൽ ആ ഇതിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേറ്റം തന്നെ ഫൈനലായിട്ടെന്ന് പറഞ്ഞാൽ അവർ പന്തായിട്ട് മുന്നോട്ട് പോയിട്ട് ബോക്സിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഡിസിഷൻ മേക്കിൻ്റെ പവർ കുറവ്, ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റിയുടെ കുറവ്, പിന്നെ പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രൈക്കറിൻ്റെ കുറവ്, അതാണ് അവർക്ക് ഗോൾ അവസരങ്ങൾ കുറച്ചത്. ഡിസിഷൻ മേക്കിങ്ങും നല്ല പവർഫുള്ളായിട്ടുള്ള പറഞ്ഞാൽ നല്ലൊരു സ്ട്രൈക്കർ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ 2-3 ഗോൾ പോർച്ചുഗലിന് വലയിൽ കയറിയിരുന്നു. അതാലോചിക്കണം. എനിവേ അവർ ഒരു പോയിന്റ് ലോകകപ്പിൽ സ്വന്തമാക്കി, വലിയൊരു കാര്യമാണ് അത് പോർച്ചുഗലിനെതിരെ. അപ്പോൾ ആരെയും വിറപ്പിക്കാൻ പോകുന്നവരാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറസോവ ജർമ്മനിക്കെതിരെ 1 ഗോൾ അടിച്ചു. 7 ഗോൾ വാങ്ങിയാലും 1 ഗോൾ അവർ അടിച്ചില്ലേ ജർമ്മനിക്കെതിരെ. പിന്നെ കോബെ വെർദെ പിടിച്ച് കിട്ടിയില്ലേ സ്പെയിനിനെ, പോർച്ചുഗലിനും പിടിച്ച് കിട്ടിക്കോമോ. അപ്പോൾ കോബെ വെർദെ ആഫ്രിക്കൻ ടീമാണെന്ന് എനിക്ക് വലിയ പിടുത്തല്ല. എനിവേ ഈ കുഞ്ഞൻ ടീമുകളൊക്കെ വലിയ ടീമുകൾക്ക് വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. മര്യാദ കളിച്ചില്ലെങ്കിൽ എല്ലാവരുടെ കാര്യം കട്ട പോകുകയാണ്.